കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം ചെയ്ത പ്രോബ്ലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ. രണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള രണ്ട് ടേംസ് തന്നിട്ട് ആദ്യത്തെ 5 ടേംസ് എഴുതാൻ വേണ്ടി, ആദ്യത്തെ 5 പദങ്ങൾ എഴുതാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിളാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞു തരും. അത് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ഹോംവർക്കാണ്. ഒരേ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. രണ്ട് എക്സാമ്പിളായി. പിന്നെ നിങ്ങൾ തരുന്നത് ഒരു ഹോംവർക്കാണ്. നേരെ ഞാൻ കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ട്. ഹോംവർക്കാണ്. ആ ഹോംവർക്ക് നിങ്ങൾ കൃത്യമായി ചെയ്യണം. ആൻസർ ഷീറ്റ് ഞാൻ അയച്ചു തരും. യെസ്, സെക്കൻഡ് പ്രോബ്ലം. 2 തേർഡ് ടേം 43 സിക്സ്ത് ടേം 76. പ്രശ്നം തേർഡ് ടേം എഴുതിക്കോളൂ. തേർഡ് ടേം 43, സിക്സ്ത് ടേം 76. മൂന്നാം പദം 43, ആറാം പദം 76. എന്താണ് ചെയ്യേണ്ടത്? ഇതിലെ ആദ്യത്തെ 5 പദങ്ങൾ, 1, 2, 3, 4, 5 പദങ്ങൾ. ഇതിന്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കുക. എഴുതിയല്ലോ. അപ്പോൾ മൂന്നാം പദം തേർഡ് ടേം 43, സിക്സ്ത് 76. നമുക്കിന്റെ ആൻസർ കണ്ടെത്തണം. ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞിട്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് അടുത്ത ബാക്കി നിങ്ങൾ ഹോംവർക്ക് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഇത് അത്രയും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നാം കണ്ടുപിടിക്കേണ്ടത് 1, 2, 3, 4, 5 പദങ്ങളാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ എത്ര ടേംസ് വേണമെങ്കിലും നമുക്ക് എഴുതാം. 2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് ഫസ്റ്റ് ടേം, മറ്റൊന്ന് കോമൺ ഡിഫറൻസ്. ബട്ട് ഹിയർ ഇത് രണ്ടും ഇല്ല. ഫസ്റ്റ് ടേമും ഇല്ല, കോമൺ ഡിഫറൻസും ഇല്ല. പിന്നെ ഉള്ളതാരാണ്? തേർഡ് ടേം തന്നിട്ടുണ്ട്. എത്രയാണ്? 43. തേർഡ് ടേം 43. തേർഡ് ടേം നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഫസ്റ്റ് ടേം x1 കോമൺ ഡിഫറൻസ് ഡിയും, ഒന്നാം പദം x1 പൊതുവ്യത്യാസം ഡിയും ആണെങ്കിൽ പിന്നെയുള്ള പദങ്ങൾ കണ്ടുപിടിക്കണമെല്ലാം ഓരോന്നിനോടും കോമൺ ഡിഫറൻസ് കൂട്ടുകയാണ്. അത് ഒന്നാം പദത്തിനോട് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ രണ്ടാം പദം കിട്ടും. രണ്ടാം പദത്തിനോട് കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മൂന്നാം പദം കിട്ടും. എന്ന് പറഞ്ഞാൽ തേർഡ് ടേം കണ്ടു രണ്ടാം പദം എങ്ങനെ കണ്ടുപിടിക്കും? x1 പ്ലസ് 1 ഡി. അപ്പോൾ മൂന്നാം പദോ x1 പ്ലസ് 2 ഡി. അപ്പോൾ അതിനകത്തൊരു ഇതുണ്ട്. അപ്പൊ അഞ്ചാം പദമാണെങ്കിലോ x1 പ്ലസ് 4 ഡി. ഒരെണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഫസ്റ്റ് ടേം x1 കോമൺ ഡിഫറൻസ് ഡി. അങ്ങനെയാണ് സെക്കൻഡ് ടേം x1 പ്ലസ് 1 ഡി. ഇവിടെ നമുക്ക് ആവശ്യം തേർഡ് ടേം. അപ്പൊ x1 പ്ലസ് എത്ര ഡി? 2 ഡി. അപ്പൊ തേർഡ് ടേം x1 പ്ലസ് 2 ഡി ഈസ് ഈക്വൽ ടു വാട്ട്? 43. പിന്നെ നമുക്കുള്ളതാണ് സിക്സ്ത് ടേം. എത്രയാണ്? 76. സിക്സ്ത് ടേം അപ്പൊ ഈ കണക്കിൽ എങ്ങനെ വരും? തേർഡ് ടേം x1 പ്ലസ് 3 ഡി അല്ല, 1 കുറഞ്ഞു വരും അല്ലേ? തേർഡ് ടേം x1 പ്ലസ് 2 ഡി. അങ്ങനെയാണെങ്കിൽ സിക്സ്ത് ടേം x1 പ്ലസ് എത്ര ഡി? x1 പ്ലസ് എത്ര ഡി? 5 ഡി അല്ലേ? അപ്പൊ സിക്സ്ത് ടേം x1 പ്ലസ് 5 ഡി. അതാണ് സിക്സ്ത് ടേം. x1 പ്ലസ് 5 ഡി ഈക്വൽ ടു ഏത് ടേമിനോട് കൂട്ടണം? സിക്സ്ത് ടേം എന്ന് പറയുന്നത് x1 പ്ലസ് 5 ഡി. അല്ലെങ്കിൽ അത് മാറ്റി എഴുതിക്കൊള്ളാം. സിക്സ്ത് ടേം ഈക്വൽ ടു x1 പ്ലസ് 5 ഡി. ഈ സിക്സ്ത് ടേം തന്നിട്ടുണ്ട്. എത്രയാണ്? എത്ര തന്നിട്ടുണ്ട്? 76. ആറാം പദം എന്ന് പറയുന്നത് എത്രയാണ്? 76 ആണ്.
നമ്മൾ നേരത്തെ പഠിച്ചിരുന്നത് പോലെ കഴിഞ്ഞ കണക്കിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ്. സിക്സ്ത് ടേം ഉണ്ട്, തേർഡ് ടേം ഉണ്ട്. അപ്പോൾ തേർഡ് ടേമിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടിയാൽ സിക്സ്ത് ടേം കിട്ടും? നമ്മൾ പറഞ്ഞു തേർഡ് ടേമിൻ്റെ കൂടെ ഒരു ഡി കൂടെ കൂട്ടിയാൽ ഫോർത്ത് ടേം കിട്ടും. അപ്പോൾ ഫിഫ്ത്ത് ടേം കണ്ടുപിടിക്കുക എത്ര ഡി കൂട്ടണം? 2 ഡി. അപ്പോൾ സിക്സ്ത് ടേം കണ്ടുപിടിക്കുക എത്ര ഡി കൂട്ടണം? 3 ഡി അല്ലേ? മൂന്നാം പദത്തിനോട് ഒരു ഡി കൂട്ടിയാൽ നാലാം പദം കിട്ടും. അപ്പോൾ മൂന്നാം പദത്തിനോട് 2 ഡി കൂട്ടിയാൽ 5ആം പദം കിട്ടും. അപ്പോൾ 6ആം പദം കണ്ടുപിടിക്കുക എത്ര കൂട്ടണം? മൂന്നാം പദത്തിനൂടെ 3 ഡി കൂട്ടണം. അപ്പോൾ സിക്സ്ത് ടേം എന്ന് പറയുന്നത് എത്രയാണ്? x1 പ്ലസ് എത്ര ഡി? 5 ഡി എന്ന് പറയുന്നത് തേർഡ് ടേം ആരാണ്? 43. അതിനോട് എത്ര ഡി കൂട്ടണം? 3 ഡി കൂട്ടണം. ഉണ്ടല്ലോ. സിക്സ്ത് ടേം x1 പ്ലസ് 5 ഡി ഈക്വൽ ടു തേർഡ് ടേം ഇവിടെ തന്നിട്ടുണ്ട്. തേർഡ് ടേം എത്രയാണ്? തേർഡ് ടേം 43. ആ 43യുടെ കൂടെ എത്ര ഡി കൂട്ടണം? 3 ഡി കൂട്ടണം. സിക്സ്ത് ടേം ആൾറെഡി യു നോ എത്രയാണ്? സിക്സ്ത് ടേം 76 ഈക്വൽ ടു 43 പ്ലസ് 3 ഡി. 43 പ്ലസ് 3 ഡി. ഡി നമുക്ക് അറിയില്ല, ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ 76 ഇതിൽ ഡൗട്ടില്ലല്ലോ. ഒരു കൂടി പറയാം. തേർഡ് ടേം 43. തേർഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? x1 പ്ലസ് 2 ഡി, അതാണ് എത്ര? 43. സിക്സ്ത് ടേം എന്ന് പറയുന്നത് എത്ര? x1 പ്ലസ് 5 ഡി. സിക്സ്ത് ടേം വി വാണ്ട് x1 ഓർ ഡി, ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. ഒരെണ്ണം കിട്ടിയാൽ മറ്റേ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകിൽ x1 കിട്ടണം അല്ലെങ്കിൽ ഡി കിട്ടണം. അപ്പോൾ നമ്മൾ സിക്സ്ത് ടേം എങ്ങനെ എഴുതും? x1 പ്ലസ് 5 ഡി സമം എത്ര? സിക്സ്ത് ടേം ഏതിനോട് കൂട്ടണം? തേർഡ് ടേമിൻ്റെ കൂടെ. തേർഡ് ടേം ആരാ? തേർഡ് ടേം 43. അതിനോട് എത്ര ഡി വീണ്ടും കൂട്ടണം? 3 ഡി വീണ്ടും കൂട്ടണം. അപ്പോൾ x1 പ്ലസ് 5 ഡി ഈക്വൽ ടു 43 പ്ലസ് 3 ഡി. ഇപ്പം നമുക്ക് നോക്കണം. ഇവിടെ x1 പ്ലസ് 5 ഡിയുടെ വില എന്ന് പറഞ്ഞാൽ സിക്സ്ത് ടേമിൻ്റെ വില ഈ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. എത്രയാണ്? 76 ഈക്വൽസ് 43 പ്ലസ് 3 ഡി. അപ്പം അൺനോൺ ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണ്? ഡി മാത്രം, ബാക്കിയല്ല. അപ്പോൾ ഒരു അൺനോൺ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ, ഇക്വേഷനിൽ ഒരു അൺനോൺ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ എളുപ്പമല്ലേ? അപ്പോൾ നമുക്കിവിടെ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി. അപ്പം പിന്നെ ആര് മാത്രം ഇവിടെ മതി? ഡി മാത്രം. ഡി ഉൾക്കൊള്ളുന്ന ടേം മാത്രം ഒരു സൈഡ്, ഡി ഇല്ലാത്ത ടേംസ് അത്രയും ഈക്വൽസിൻ്റെ മറ്റേ സൈഡ്. അപ്പോൾ അങ്ങനെ വന്നാൽ 3 ഡി നമുക്ക് ആവശ്യം ഡി ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ടേം മാത്രം അവിടെ കിടന്നോട്ടെ, 3 ഡി അവിടെ കിടക്കട്ടെ. അതിനോടൊപ്പം ഉള്ള ആരാ? 43. അവനെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പുറത്ത് കൊണ്ടുവരണം. 76 43 ഇവിടെ വേണ്ട, നമുക്ക് ആവശ്യം ആരാണ്? ഡി. ഇവിടെ നമുക്ക് ആരെ മാത്രം മതി? ഡിയുടെ ടേം മാത്രം മതി. അപ്പോൾ അതിനോടൊപ്പം ഉള്ള ആരാ? 43. അവനത് ഇപ്പുറത്ത് കൊണ്ടുവരാം. -43. നമുക്കറിയാമല്ലോ 43 പോസിറ്റീവ് ആണ്. ഇവിടെ സൈൻ ഒന്നും എഴുതിയിട്ടില്ല. സൈൻ എഴുതിയിട്ടില്ലെങ്കിൽ അർത്ഥം അതിന്റെ സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. അത് ഇപ്പുറത്ത് വന്നു. ഈക്വൽസ് വാട്ട്? 3 ഡി. കണ്ടല്ലോ. 76 - 43 ഈക്വൽ ടു 3 ഡി. നമുക്ക് ഇതിന് കണ്ടുപിടിക്കാണ്ടെങ്കിൽ ഒൺലി സിംപ്ലിഫിക്കേഷൻ. 6 3 പോയാൽ 3, 7 നിന്നും 4 പോയാൽ 3 ഈക്വൽ ടു വാട്ട്? 3 ഡി. അപ്പോൾ 33 ഈക്വൽ ടു 3 ഡി. Therefore d ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ d. It is equal, 33 ഡിവൈഡഡ് ബൈ 3. It is equal to what? 11. 33/3. 33നെ 3 കൊണ്ട് ഭാഗിച്ചാൽ എത്ര കിട്ടുന്നു? 11 കിട്ടുന്നു. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് ആരെയൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേമും പിന്നെ സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം. ഇത്രയാണോ കണ്ടുപിടിക്കേണ്ടത്? അതിൽ ഫസ്റ്റ് ടേം നമുക്ക് കണ്ടുപിടിക്കാൻ. തേർഡ് ടേം നമുക്കറിയാം. ശ്രദ്ധിക്കുക, തേർഡ് ടേം എത്രയാണ്? തേർഡ് ടേം 43. നമുക്ക് ആവശ്യം ഫസ്റ്റ് ടേം. എന്ത് ചെയ്യും?
ഫസ്റ്റ് ടേം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം. തേർഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര ഡി കൂട്ടും? തേർഡ് ടേം ആണ്. എത്ര ഡി? 2d അല്ലേ? ഫസ്റ്റ് ടേമിന്റെ കൂടെ 2d കൂട്ടിയാൽ നമുക്ക് തേർഡ് ടേം കിട്ടും. തിരിച്ചായാൽ തേർഡ് ടേം അറിയാം. തേർഡ് ടേം എത്ര? തേർഡ് ടേം 43. ഡി അറിയാം എങ്കിൽ ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ റിവേഴ്സ് എങ്ങനെ? x1 ഈക്വൽ ടു തേർഡ് ടേം മൈനസ് എത്ര ഡി? 2d. ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് പറയാമെങ്കിൽ തേർഡ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് ടേമിന്റെ കൂടെ 2d ആഡ് ചെയ്യും, കൂട്ടും. തിരിച്ച് തേർഡ് ടേമും ഫസ്റ്റ് ടേം പറഞ്ഞാൽ തേർഡ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ട് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിന്റെ റിവേഴ്സ് എങ്ങനെ? തേർഡ് ടേമിൽ നിന്നും 2d എന്ത് ചെയ്യും? മൈനസ്. അപ്പൊ തേർഡ് ടേം ആരാ? തേർഡ് ടേം 43 മൈനസ് 2d. 2 ഇൻറ്റു ഡി ആരാ? ഡി 11. അപ്പൊ 43 മൈനസ് 2 ഇൻറ്റു 11 22. 43 മൈനസ് 22. 3 ഇൻറ്റു 2 കുറച്ചാൽ 1. 4 ഇൻറ്റു 2 കുറച്ചാൽ 2. x1. ഇനി നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സെക്കൻഡ് ടേം x2 എങ്ങനെ? ഫസ്റ്റ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് 11 കൂട്ടും. നമ്മളറിയും നമുക്ക് ഓരോ പദം കണ്ടുപിടിക്കാൻ വേണ്ടി, അടുത്തടുത്തുള്ള പദം കണ്ടുപിടിക്കാൻ വേണ്ടി ഓരോ പദത്തിനോടും കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ തൊട്ടടുത്ത പദം കിട്ടും. ഫസ്റ്റ് ടേം കിട്ടി. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് ടേമിനോട് ആര് നമ്മൾ ആഡ് ചെയ്യുന്നു? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. ദെൻ 21 പ്ലസ് 11. 21 പ്ലസ് 11 എത്ര? 1 1 2 2 1 3 എത്ര കിട്ടും? 32. ഇനി നമ്മൾ തേർഡ് ടേം ആൾറെഡി ഗിവൺ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് തേർഡ് ടേം? 43. ഇനി ഫോർത്ത് ടേം x4 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? 43 പ്ലസ് 11 അപ്പൊ എത്ര കിട്ടും? 54. 43 11 എത്ര? 54. x5 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഈ 54ന്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് കൂട്ടും. അപ്പൊ എത്ര കിട്ടും? 65. അപ്പോ നമ്മുടെ 5 ടേംസും കിട്ടി. ഫസ്റ്റ് ടേം x1 21, s2 32, s3 43, x4 54, x5 65. ഓക്കെ, 5 ടേംസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ 5 ടേംസും നമ്മളുടെ എഴുതുന്നു. അപ്പോ നമ്മൾ 5 ടേംസ് ആർ എത്ര? 21, 32, 43, 54, 65 is the answer. അപ്പോൾ ഒരേ മോഡലിലുള്ള 2 പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള നിങ്ങൾ ഹോംവർക്ക് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് എഴുതിയെടുത്തിട്ട് ഇത് നന്നായി മനസ്സിലാക്കി 2 പ്രാവശ്യം എഴുതി പഠിക്കുക, എന്നിട്ട് ഹോംവർക്ക് ചെയ്യുക. ഇനി ഇതേ പ്രോബ്ലം തന്നെ വേറൊരു മെത്തേഡുണ്ട്, പഴയ രീതിയാണ്. ഇതിപ്പം പുതിയ ടെസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ പഠിപ്പിച്ചത്. ഇതാണ് പുതിയ രീതി. പക്ഷേ വേറെ രീതിയിൽ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. 9ാം ക്ലാസ്സിലെ നമ്മൾ പേഴ്സ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ട്, 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് പേഴ്സ് ഓഫ് ഇക്വേഷൻ, സമവാക്യ ജോഡികൾ. അതില് 2 ഇക്വേഷൻ ഫോം ചെയ്ത് ഈ കണക്ക് ചെയ്യും. നമുക്ക് ഈ കണക്ക് ചെയ്യാം, പക്ഷെ കുറച്ച് ലെങ്തിയാണ്. അതൊന്ന് നോക്കുക, നിങ്ങളൊന്ന് നോക്കുക, ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അത് ഫോളോ ചെയ്യുക. പുതിയ ടെസ്റ്റ് ബേസ് ചെയ്താണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. ഇത് അടുത്ത് ഞാൻ പറയുന്നത് പഴയ മെത്തേഡാണ്. ഇപ്പൊ 2 ടേംസ് ആണ് തന്നിട്ടുള്ളത്. തേർഡ് ടേം എത്ര? 43. സിക്സ്ത് ടേം എത്ര? 76. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തിനാണ്? ആദ്യത്തെ 5 ടേംസ്. 5 ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ നമുക്ക് അറിയണം? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം ഈസ് റെപ്രസെന്റഡ് ബൈ x1, കോമൺ ഡിഫറൻസ് ഈസ് d. ഫസ്റ്റ് ടേമിന് x1 കൊണ്ടും കോമൺ ഡിഫറൻസിനെ പൊതുവ്യത്യാസത്തെ d കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് ഫസ്റ്റ് ടേം x1, കോമൺ ഡിഫറൻസ് d, ഇവ രണ്ടും ഉൾക്കൊള്ളുന്ന 2 ഇക്വേഷൻസ് ഫോം ചെയ്യണം. 2 ഇക്വേഷൻ. തേർഡ് ടേം അതിന് നമുക്ക് എങ്ങനെ പറയാം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. തേർഡ് ടേം x1 പ്ലസ് എത്ര d? 2d ഈക്വൽസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 43. ഇക്വേഷൻ നമ്പർ 1.
സിക്സ്ത് ടേമിന് എങ്ങനെ പറയും നമ്മള്? x1 പ്ലസ് 5d ഈക്വൽ ടു 76. ഇക്വേഷൻ നമ്പർ 2. ഇപ്പൊ അൺനോൺ ക്വാണ്ടിറ്റീസ് രണ്ടുപേരാണ്. നമുക്ക് അറിഞ്ഞൂടാത്ത രണ്ടാളുകൾ ഇതിനകത്തുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് x1, ഒന്ന് d. ഇനി നമ്മൾ പോണത് 9ാം ക്ലാസ്സിലേക്കാണ്. 9ാം ക്ലാസ്സിലെ പേഴ്സ് ഓഫ് ഇക്വേഷൻ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. അവിടെ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് വാല്യൂസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 9ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഇനി ബാക്കി ഇതിന്റെ തുടർന്നുള്ള ക്രിയയെല്ലാം 9ാം ക്ലാസ്സിലുള്ളതാണ്. 9ാം ക്ലാസ് നമ്മൾ പഠിച്ച് അതിനനുസരിച്ചാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട x1 d രണ്ടുപേരുണ്ട്. ഇത് രണ്ട് അൺനോൺ ക്വാണ്ടിറ്റീസും കൂടി കൊണ്ടു കിടന്ന് നമുക്ക് ആരും കിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ ഇതിൽ ഒരുത്തനെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ഒരുത്തനെ ഇല്ലാതാക്കണം. ഒന്നിയിൽ x1 അല്ലെങ്കിൽ d. ഇതിൽ ഏതെങ്കിലും ഓരോ അൺനോൺ ക്വാണ്ടിറ്റിയെ ഇല്ലാതാക്കണം. നമ്മൾ ആദ്യത്തെ പണി. ഇല്ലാതാക്കണം എങ്ങനെയാണ്? ഇപ്പൊ സെയിം ക്വാണ്ടിറ്റീസും ഓപ്പോസിറ്റ് സൈനും ആണെങ്കിൽ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ സെയിം ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരാ? x1. ഇവിടെ ആരാണ്? ഫസ്റ്റ് ഇക്വേഷനിലും x1 ഉണ്ട്, രണ്ടാമത്തെ ഇക്വേഷനിലും ആരുണ്ട്? x1 ഉണ്ട്. അപ്പൊ അതിനെ ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. രണ്ടും പോസിറ്റീവ് ആയിപ്പോ. ക്യാൻസൽ ചെയ്യണമെങ്കിലോ ഒന്ന് പോസിറ്റീവ് ആയിരിക്കണം, ഒന്ന് നെഗറ്റീവ് ആയിരിക്കണം. എപ്പോഴാണ് ക്യാൻസൽ ചെയ്ത് പോണത്? സെയിം ക്വാണ്ടിറ്റീസ് വിത്ത് ഓപ്പോസിറ്റ് സൈൻ. സെയിം ക്വാണ്ടിറ്റി ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകും. +5 -5 ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് വെട്ടിപ്പോയി. -10ഉം +10ഉം കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാം? വെട്ടിപ്പോകും. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇക്വേഷൻ 1ൽ നിന്നും ഇക്വേഷൻ 2നെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എങ്ങനെ മൈനസ് ചെയ്യണത്? ഇക്വേഷൻ 1ന് ഇക്വേഷൻ 2നെ മൈനസ് ചെയ്യണ ഒരു സംഖ്യയിൽ മറ്റൊരു സംഖ്യ മൈനസ് ചെയ്യണം. അതിന് സൈൻ ചേഞ്ച് ചെയ്ത് ആരെയാണോ കുറയ്ക്കേണ്ടത് അവന്റെ സൈൻ ചേഞ്ച് ചെയ്ത് ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ 10 മൈനസ് -5. 10ൽ നിന്ന് -5 മൈനസ് ചെയ്യണം. നമ്മൾ എങ്ങനെ മൈനസ് ചെയ്യണത്? 10 നോ ചേഞ്ച് മൈനസ് പ്ലസ് ആവും, -5 +5 ആവും. നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്റെ ആൻസർ എത്രയായിട്ട് മാറി? 10 + 5 എത്ര? 15. 15 ആയിട്ട് മാറി. ശരിയല്ലോ? ഒരു സംഖ്യയിൽ നിന്നും മറ്റൊരു സംഖ്യയെ മൈനസ് ചെയ്യുന്നതിന് ആരെയാണോ മൈനസ് ചെയ്യേണ്ടത് അവന്റെ സൈൻ ചേഞ്ച് ചെയ്ത് മറ്റേ സംഖ്യയോട് ആഡ് ചെയ്യും. അതുപോലെ ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റൊരു ഇക്വേഷനെ മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരെയാണോ മൈനസ് ചെയ്യുന്നത് അവന്റെ സൈൻ ചേഞ്ച് ചെയ്ത് അവന്റെ സൈൻ ചേഞ്ച് ചെയ്യണം. ഇവൻ നെഗറ്റീവ് ആണ്, അല്ല പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആക്കുന്നു. പുതിയതായിട്ട് ചേഞ്ച് ചെയ്യുന്ന സൈൻ ഞാൻ ബ്രാക്കറ്റ് ആക്കുന്നു. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആക്കുന്നു, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ആക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? x1 -x1 ക്യാൻസൽഡ്, വെട്ടിപ്പോയി. അപ്പോൾ അൺനോൺ ക്വാണ്ടിറ്റിയിൽ ഒരാൾ കട്ട് ചെയ്തു പോയി, ഇല്ല. ഇനി ഒരാളേ ഉള്ളൂ, അവനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 2d -5d +2d -5d. അവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മളെ സിംപ്ലിഫിക്കേഷൻ പറയും. നെഗറ്റീവ് പോസിറ്റീവ് സംഖ്യകളുടെ സിംപ്ലിഫിക്കേഷൻ അറിയാലോ. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, അങ്ങനെയുള്ള രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യണത്? ടേക്ക് ദ സൈൻ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. വലുതിന്റെ സൈൻ എടുക്കുന്നു, വലുതിന് ചെറുതിനെ കുറയ്ക്കുന്നു. ഇവിടെ ഇപ്പൊ ഇവന്റെ സൈൻ പോസിറ്റീവ് അല്ല, പുതിയ സൈനാണ്. ഇതാ നമ്മളെ ബ്രാക്കറ്റ് കൊടുത്തിട്ട് ആളാണ്, അപ്പൊ നെഗറ്റീവ് ആണ്. ഈ രണ്ടാളുകളിൽ വലിയവൻ അവനാണ്, അപ്പൊ അവന്റെ സൈൻ നെഗറ്റീവ്. 5d 2d കുറയ്ക്കും, അപ്പോഴെത്ര കിട്ടും? 3d ഈക്വൽസ് 43 -76. ഇവനാണ് വലുത്, അപ്പൊ സൈൻ നെഗറ്റീവ് എന്നല്ലോ. ഇനി 76 43 -6 43 -6 6 3 കുറച്ചാൽ 3, 7 4 കുറച്ചാൽ 3. -3d ഈക്വൽസ് -33. ഇത് രണ്ടിൽ നിന്നും നമുക്ക് ആരെ പുറത്തെടുക്കാം? അല്ല, ഇതിൽ നിന്നും നമുക്ക് ആരെ കണ്ടുപിടിക്കാം? d കണ്ടുപിടിക്കാം. d ഈക്വൽസ് -33 divided by -3 which is equal to 11, positive 11. അറിയാലോ, ഇവിടെ നെഗറ്റീവ് ബൈ നെഗറ്റീവ് സെയിം സൈൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി മാറും? പോസിറ്റീവ്. നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ്. 33/3 എത്ര? 11. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? d ഈക്വൽസ് 11.
ഇനി നമുക്ക് എങ്ങനെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കും, എക്സ് കണ്ടുപിടിക്കും? നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയാൽ, രണ്ട് ഇക്വേഷനിൽ ഒരാളിൻ്റെ വില കിട്ടിയാൽ ആ വില ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ ആരോപിക്കും. മനസ്സിലായല്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ഈക്വൽ ടു 11 ഇൻ എനി വൺ ഓഫ് ദീസ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഡിയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, ഡിയുടെ വില ആരോപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളവിടെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. ആ രണ്ട് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ആ ഇക്വേഷനിൽ എവിടെ ഡി ഉണ്ടോ അവിടെ ഡിയുടെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? 11 കൊടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ഈക്വൽസ് 11 ഇൻ ഇക്വേഷൻ 1 or 2. നമുക്ക് 1 കൊടുക്കാം. ഇക്വേഷൻ 1 ഏതിലായാലും ആൻസർ ഒന്നായിരിക്കും. ഇക്വേഷൻ 1 അപ്പൊ എങ്ങനെ വരും? x1 പ്ലസ് 2d ഈക്വൽ ടു 43. x1 നമുക്ക് അറിഞ്ഞൂടാ, പ്ലസ് 2d മീൻസ് 2 ഇൻറ്റു ഡി. അതിലെ 2 ഇൻറ്റു നമ്മളെ 9 പഠിച്ചിട്ടുള്ളതാ. ഡിയുടെ സ്ഥാനത്ത് 11 ഈക്വൽ ടു വാട്ട്? 43. x1 പ്ലസ് 2 ഇൻറ്റു 11 എത്ര? 22 ഈക്വൽ ടു വാട്ട്? 43. then x1 ഈക്വൽ ടു 43. ഇവ അപ്പുറത്തു പ്ലസ് 22 അപ്പുറത്തു. നമുക്കറിയാലോ ഈക്വൽസിന്റെ ഇപ്പുറത്തിന് അങ്ങോട്ട് പോയാലും അങ്ങോട്ടിന് ഇങ്ങോട്ട് പോയിരുന്നാലും അതിന്റെ സൈൻ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പൊ 22 അപ്പുറത്ത് പോയാൽ എന്തായിട്ട് മാറും? -22. അപ്പൊ 43 ഈക്വൽ ടു 43 മൈനസ് 22. 3 2 കുറച്ചാൽ 1, 4 2 കുറച്ചാൽ 2. അപ്പൊ x1 ഈക്വൽ ടു എത്ര വന്നു? 21. ഇപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. പിന്നെ ആര് കിട്ടി? ഫസ്റ്റ് ടേം കിട്ടി. കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലെ എത്ര ടേംസ്, നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറയാനുള്ള 5 ടേംസ് ആണ്. നമുക്കിവിടെ 5 അല്ല, ഇനിയുള്ള എല്ലാ ടേംസും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യെസ്, x1 ഈക്വൽ ടു 21, x2 ഈക്വൽ ടു 21 പ്ലസ് 11, 21 പ്ലസ് 11 32. S3 ഈക്വൽ ടു, S3 is given. എത്രയാണ് S3? 43. അത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. x4 ഈക്വൽ ടു 43 പ്ലസ് 11. അപ്പോൾ 3 പ്ലസ് 1 4, 54. x5 ഈക്വൽ ടു 54 പ്ലസ് 11 65. അപ്പോൾ ടേംസ് ആർ 21, 32, 43, 54, 65. അപ്പൊ ഞാൻ രണ്ട് മെത്തേഡാണ് പറഞ്ഞത്. ഈ രണ്ട് മെത്തേഡിൽ ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അത് ചെയ്യാം. നേരത്തെ ഞാൻ ഒരേ പുതിയ രീതിയിലുള്ള രണ്ട് പ്രോബ്ലത്തിന് പുതിയ രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോ ഇത് പഴയ രീതിയാണ്. നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏതാണോ സിമ്പിൾ എന്ന് തോന്നുന്നത്, ഏതാണോ ഫോളോ ചെയ്യാൻ കഴിയുന്ന എളുപ്പം തോന്നുക, അതിനെ ഫോളോ ചെയ്യുക. യെസ്. അപ്പോൾ ഇപ്പോൾ ഒരേ ടൈപ്പിലുള്ള 5 പ്രോബ്ലംസ് ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 2 പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ 2 പ്രോബ്ലംസ് കഴിഞ്ഞിട്ട് ബാക്കി 3 ക്വസ്റ്റ്യൻസും ഹോംവർക്ക് ഇടയാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഉടനെ ഈ നമ്മളിപ്പോൾ പഠിപ്പിച്ച പ്രോബ്ലംസ് എഴുതി പഠിക്കുക, അതിനെ മനസ്സിലാക്കുക. അതിനുശേഷം വേണം ഹോംവർക്ക് ചെയ്യാൻ. ഈ ഹോംവർക്ക് ചെയ്യുമ്പോൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറെ സ്ഥലം ഗ്യാപ്പ് ഇട്ടിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിപ്പോയാൽ തിരുത്തി എഴുതാൻ വേണ്ടി കൂടെ സ്ഥലം ഇട്ടിരിക്കണം. അങ്ങനെ കുറച്ച് സ്ഥലം ബ്ലാങ്ക് ആയി കിടന്നാലും കുഴപ്പമില്ല, കുറച്ച് സ്ഥലം കൂടി അഡീഷൻ ഇട്ടിരിക്കുക. നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിപ്പോണെങ്കിൽ തിരുത്തി എഴുതാൻ വേണ്ടിയ സ്ഥലം വേണം. പേജ് നമ്പർ 21, ക്വസ്റ്റ്യൻ നമ്പർ 2, അതിൽ 5 പ്രോബ്ലം ഉണ്ട്. അതിൽ 1ഉം 2ഉം പ്രോബ്ലം നമ്മളിപ്പോൾ ചെയ്തു. 3, 4, 5 പ്രോബ്ലംസ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നോക്കാം.